വളരെ സാക്ഷികൾ മുമ്പാകെ നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ളതെല്ലാം മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ നീ ഭരമേൽപ്പിക്കണം. തിമോത്തിയോസിനുള്ള 2-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 2-ാമത്തെ തിരുവചനം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനും എപ്പിസ്കോപ്പയുമായ തിമോത്തിയോസിന് എഴുതുകയാണ്. വളരെ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ളതായ സത്യവേദ പ്രമാണങ്ങളെല്ലാം നീ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കണം. അത് മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ നീ ഭരമേൽപ്പിച്ച് അവരെ നീ പട്ടം കെട്ടണം. അവരെ നീ പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിക്കണം. അവരെ നീ ആധ്യാത്മികതയിൽ ഇടയന്മാരും ശ്രേഷ്ഠ ഇടയന്മാരുമായി ക്രമീകരിക്കണം. സഭയുടെ സിസ്റ്റം സംബന്ധിച്ച്, അതിൻ്റെ ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച്, അതിലേക്ക് നിയോഗിക്കപ്പെടേണ്ടവരെ സംബന്ധിച്ച്, അവരുടെ യോഗ്യത സംബന്ധിച്ച് ഇവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരും വിശ്വസ്തരുമായ ആളുകളെയാണ് തിരഞ്ഞെടുത്ത് ഭരമേൽപ്പിക്കേണ്ടത്. സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യാൻ കഴിവുള്ളവരും വിശ്വസ്തരുമായ ആളുകളെ. അങ്ങനെയുള്ള വിശ്വസ്തരായ ശുശ്രൂഷകരുണ്ടെങ്കിൽ നിശ്ചയം ഒരു സഭ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ തളർന്നു പോവുകയോ ചെയ്യുകയില്ല. കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ സാക്ഷ്യത്തോടെ, കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കും. അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും ഇതൊരു പാഠമായിരിക്കട്ടെ. ദൈവനിയോഗം ലഭിച്ചവരെല്ലാം അതിനനുസരിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കട്ടെ. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ വ്യക്തമായ ദർശനം എൻ്റെ മേൽ വെച്ചിട്ടാണ്. അവൻ പ്രതീക്ഷിക്കുന്നു ഞാനത് ചെയ്യണം എന്ന ബോധം എല്ലാവരെയും ഭരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചൻ.